ഹായ് മക്കളെ, അടിപൊളിയായിട്ട് +2 ക്ലാസ്സസ് ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താണ് ഇത്രയും കുറേ ബുക്കുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്. ഈ ബുക്കുകളൊക്കെ സൈലത്തിൻ്റെ സൂപ്പർ കിങ്സ് JEE ബാച്ചിലെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓരോ സബ്ജക്റ്റിനും 3 ബുക്സ് വീതം ഉണ്ടാവുക. ഇപ്പോൾ കെമിസ്ട്രിക്ക് 3 ബുക്ക്, മാത്തമാറ്റിക്സിന് 3 ബുക്ക്, ഫിസിക്സിന് 3 ബുക്ക്. എന്തിനാണ് ഈ 3 ബുക്ക്, എന്താണ് ഇപ്പോൾ ഈ ബുക്കിലുള്ളതെന്ന് അറിയണ്ടേ? ഓക്കെ, സോ ആദ്യത്തെ 2 ബുക്കുകൾ അത് ആ സബ്ജക്റ്റിൻ്റെ പാർട്ട് എയും പാർട്ട് ബിയും ആണ്. ഈ പാർട്ട് എ പാർട്ട് ബി എന്ന് പറയുന്നത് ആ സബ്ജക്റ്റിലുള്ള മൊത്തം ചാപ്റ്ററുകളെ നമ്മൾ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ പാർട്ടിലുള്ള ചാപ്റ്ററുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പല ലെവലിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഓരോ ചാപ്റ്ററിലും ആദ്യം നിങ്ങൾ കാണുക അതിൻ്റെ തിയറിയാണ്. തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ NCERTയുടെ അതേ പാറ്റേണിൽ തന്നെയാണ് തിയറി പോകുന്നത്. അപ്പോൾ തിയറിയിലെ ഓരോ കൺസെപ്റ്റ് കഴിയുമ്പോഴും ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അതിൽ നിന്നുള്ള സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള, നമ്മളിപ്പോൾ NCERTയിൽ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറില്ലേ, അതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും അതിലുണ്ടാവും. ഓക്കെ, അത് ആ തിയറിയുടെ കൂടെയാണ്. തിയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ JEEയുടെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ JEEയുടെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അത് 4 ലെവലുകളിലായിട്ടാണ് നിങ്ങൾ ഇതിൽ കാണുക, നമ്മുടെ മെറ്റീരിയൽ കാണാം. ലെവൽ 1 എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയി നിങ്ങൾക്ക് ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലെവൽ 1-ലുള്ളത്. ലെവൽ 2 എന്ന് പറയുന്നത് JEE മെയിൻ ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും. ലെവൽ 3 എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലെവൽ 4 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ JEE അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലെവൽ 4-ൽ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ലെവൽ 5-ൽ എന്ന് പറയുന്നത് JEE മെയിനിൻ്റെ പാസ്റ്റ് ഇയേഴ്സിലെ PYQs ആയിരിക്കും. അപ്പോൾ ഓരോ ചാപ്റ്ററും നമ്മൾ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ മെറ്റീരിയലിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ JEE പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, കാരണം JEE അഡ്വാൻസ് ലെവലിന് ആവശ്യമായിട്ടുള്ള തിയറി അടക്കം ഇപ്പോൾ നമ്മൾ ഓരോ മെറ്റീരിയലിൻ്റെയും പാർട്ട് 2 നോക്കിക്കഴിഞ്ഞാൽ, ഇത് പാർട്ട് എ ആണ്, തൊട്ട് താഴെ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് ബി കാണാനായിട്ട് സാധിക്കും. ഈ പാർട്ട് ബിയിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് JEE മെയിനില്ലാത്ത ചില ചാപ്റ്ററുകൾ JEE അഡ്വാൻസിനുണ്ട്. കാരണം ഇപ്പോൾ കെമിസ്ട്രി ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ കുറേ ചാപ്റ്ററുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് NCERT ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു. ഓക്കെ, ആ ചാപ്റ്ററുകൾ പക്ഷേ JEE അഡ്വാൻസിൻ്റെ സിലബസിൽ ഇപ്പോഴും ഉണ്ട്. ആ ചാപ്റ്ററുകൾ കൂടി നിങ്ങൾക്ക് പാർട്ട് ബി ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും, അതിൻ്റെ തിയറി കൂടി കാണാൻ പറ്റും, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ആ ചാപ്റ്ററുകൾ എന്തിനില്ല, JEE മെയിനിനില്ല. അപ്പോൾ JEE മെയിനിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, JEE അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മെറ്റീരിയലുകളെല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അങ്ങനെയാണ് സൈലം അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിലെയും ഈ ആദ്യത്തെ 2 ബുക്കുകൾ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഇനി ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞു ആദ്യത്തെ 2 ബുക്കുകളിൽ പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ല, എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ വേണ്ടേ? ആ സൊല്യൂഷനാണ് ഈ മൂന്നാമത്തെ ബുക്കിലുള്ളത്. ഈ 2 ബുക്കുകളിലുള്ള ചാപ്റ്റർ വൈസ് ആയ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് അടങ്ങുന്ന ബുക്കാണ് മൂന്നാമത്തെ ബുക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴും ഈ ഇരിക്കുന്ന വലിയൊരു ബുക്ക് എന്തിനാണ് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. വലിയ ബുക്ക് തന്നെയാണത്. ഓക്കെ, ഇതാണ് സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് മെറ്റീരിയൽ ആണിത്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ചാപ്റ്റർ എടുത്ത് കാണിച്ചു തരാം. ഒരു ചാപ്റ്റർ ഏറ്റവും സിമ്പിളായിട്ട് ഒരൊറ്റ പേജിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബ്രീഫ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് എപ്പോഴാണ് നമുക്ക് യൂസ്ഫുൾ ആവുക? നിങ്ങളിപ്പോൾ ഒരു പരീക്ഷയുടെ തലേന്ന് ഇരുന്നിട്ട് ഒരു ചാപ്റ്റർ മൊത്തം റിവൈസ് ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, ആ റിവിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഗതിയാണ് നമ്മുടെ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് തന്നൊരു മെറ്റീരിയൽ കൂടിയാണ് സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് സൈലം സൂപ്പർ കിങ്സ് ബാച്ചിലെ JEE മക്കൾക്ക് വേണ്ടി സൈലം കൊടുക്കുന്നത്. ഈ മെറ്റീരിയലുകളെല്ലാം സൈലത്തിൻ്റെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സൈലത്തിൻ്റെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഈ മെറ്റീരിയലുകളൊക്കെ പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ വീടുകളിലേക്ക് കൊറിയർ വഴി മെറ്റീരിയൽ എത്തുകയും ചെയ്യും. അപ്പോൾ അടിപൊളിയായി 2027 JEEക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.